ഹായ് ഡിയേഴ്സ്, ഫാഷൻ മേക്ക് ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിൽ വരുന്നൊരു കളക്ഷനാണ് നമ്മൾ കാണാൻ പോവുക. പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല 4 കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ ഉണ്ട്, ഒരു ലൈറ്റ് ലെവൻഡർ പിങ്ക് ഉണ്ട്, ഒരു ഷാമ്പെയിൻ പിങ്ക് ഉണ്ട്, ഒരു ലൈറ്റ് പീസ്റ്റൽ ഓറഞ്ച് പോലെ നിൽക്കുന്ന ഒരു ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ്. ഇതുപോലെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് യോക്കിൽ വന്നേക്കുക. ഡീറ്റെയിൽസ് കാണാം. ഫസ്റ്റ് വൺ ഒരു ഗ്രീനിന്റെ തന്നെ ഷെയ്ഡാണ്. ഞാൻ ഇട്ടേക്കുന്ന ഗ്രീൻ അല്ല, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ആപ്പിൾ ഗ്രീൻ ടോൺ വൈറ്റ് ഷെയ്ഡിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നുണ്ട്. യോക്ക് പോർഷനിലാണ് എംബ്രോയിഡറി വർക്ക്. ഇതേപോലെ നിൽക്കും. ഓവറോൾ ലുക്ക് ദുപ്പട്ടയിൽ വരുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ട് ആ സെയിം ടോണിൽ തന്നെ ബോർഡർ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. ഗോൾഡ് ക്രഷ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗ്ലേസിങ്ങും ഗ്ലിറ്ററി ഫീലും പിന്നെ ലൈറ്റ് ആയിട്ടൊരു ക്രഷ്ഡ് സ്റ്റൈലിൽ വരുന്ന നല്ല ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക് തന്നെയാണ് ഈ ഗോൾഡ് ക്രഷ് വരുന്നത്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലുമാണ്. ഷെയ്ഡ് ഒരു ലെവൻഡർ പിങ്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. എംബ്രോയിഡറി വർക്ക് സെയിം ആണ്. ഗോൾഡ് ക്രഷ് എന്ന് പറഞ്ഞാൽ ഒരു സിമിലാരിറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ഓർഗൻസയുടെ തന്നെ കുറച്ചുകൂടെ കട്ടിയുള്ള സ്റ്റിഫല്ല ഉദ്ദേശിക്കുന്ന, അത് ഭയങ്കര ഓർഗൻസ് നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അത്രയും ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചുകൂടെ കട്ടിയുള്ള പോലത്തെ ഒരു ഫാബ്രിക്. അതുപോലെ ഒരു സിമിലാരിറ്റിയാണ് പറഞ്ഞത്, അതുപോലെ അല്ല, എന്നാലും ഒരു ജസ്റ്റ് സിമിലാരിറ്റി വിത്ത് ലൈറ്റ് ഇങ്ങനെ ഒരു ക്രഷ്ഡ് ഫോം കൂടെ ഉണ്ട്. അല്ലേ അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ്. 4 ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പും ദുപ്പട്ടയും സാൻഡൂൺ ബോട്ടും ആണ്. റേറ്റ് 1340 1340 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അതിൽ ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡാണിതും. കുറച്ചൊരു പിങ്ക് ബ്ലണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോണാണിത്. അതിൽ വന്നിട്ട് എല്ലാത്തിലും ഈ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ടോണിലാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. അതും ഇങ്ങനെ കുറച്ചുകൂടെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു എംബ്രോയിഡറി ആണ് ഇതിൽ വന്നേക്കുക. ആ സെയിം എംബ്രോയിഡറി തന്നെയാണ് ദുപ്പട്ടയുടെ ബോർഡറിൽ ഇതുണ്ടോ അതുപോലെ തിക്കായിട്ട് വന്നേക്കുന്നതും സെയിം കളറിലാണ്. കണ്ടാൽ നമ്മുടെ ഈ ലക്നൗവി വർക്കിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ വരുന്ന പോലത്തെ ഒരു വർക്കാണ് ചെയ്തേക്കുക. എന്നിട്ട് ബാലൻസ് ഏരിയയിൽ ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ചെയ്തേക്കുന്നു. ഗോൾഡ് ക്രഷ് ഫാബ്രിക്കിൽ വരുന്ന ടോപ്പും ദുപ്പട്ടയാണ്. നല്ല കളർ ഷെയ്ഡ്സ്, 4 കളർ ഷെയ്ഡ്സിലേ ഇത് വന്നിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടായിരുന്നു നമ്മുടെ ഓർഗൻസെ ക്രഷും അതുപോലെ തന്നെ പ്ലാറ്റിനം ക്രഷിലൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ തന്നെ വേറൊരു ഫോം ആണെന്നേ ഉള്ളൂ. ലൈറ്റ് അതായത് ഫാബ്രിക് വൈസ് ആണെങ്കിലും വർക്ക് വൈസ് ആയിട്ടും ഇങ്ങനെ ഫുൾ യോക്കിൽ വർക്ക് ആൻഡ് ദുപ്പട്ട ഫുൾ വർക്ക് വന്നിരിക്കുന്നു. സാൻഡൂൺ ഫാബ്രിക്കിലാണ് എൻ്റെ ബോട്ട്. ഇതിൻ്റെ റേറ്റ് 1340 ആണ്. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഡെയിലി നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഫാബ്രിക്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാബ്രിക്സ് എല്ലാം നിങ്ങളിപ്പം ജോർജറ്റാണ് അല്ലെങ്കിൽ സിൽക്ക് ബേസ്ഡ് ഫാബ്രിക് ആണ്, അങ്ങനെ എന്തെങ്കിലും കോട്ടൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ഫാബ്രിക്സ് ആണെങ്കിലും വേറെ വേറെ വീഡിയോസ് അല്ലെങ്കിൽ വാച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് കണ്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫാബ്രിക്കിലുള്ള കളക്ഷൻസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം മസ്റ്റായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുക. ഇനിയിപ്പം യൂട്യൂബിലൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുവാണെങ്കിൽ ഓരോ ടൈമിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അപ്ഡേഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് റോൾ ചെയ്ത് നോക്കിയാൽ മതി ഏത് ഫാബ്രിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സിലുള്ളതാണ്. അത് വെച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ചില ഫാബ്രിക്സ് നമ്മൾ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കാണും. ഇതിപ്പം വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്